ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് സമയമൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിത് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പത്തിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിന് മുമ്പ് ഒറിജിനൽ കിണ്ണത്തപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ ഇത് ഞാൻ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ ഇവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 3 മതിയാവും. ഇതിൽ 4 പോലെ തോന്നും, പക്ഷെ അത് പൊട്ടിയതാണ്. 3 അച്ചേ ഉള്ളൂ. അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. അപ്പൊ ഇത് ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചോറിന് നമ്മൾ ഇവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ നോക്കുക. അത് ചേർത്തിട്ടാണ് നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ആദ്യമേ നമുക്കങ്ങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ ഒട്ടും കട്ടയില്ലാതെ ഞാൻ അതിതേ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ശർക്കര പാനി നന്നായിട്ട് ഉരുക്കിയിട്ട് ഞാൻ അതൊരു നോൺ സ്റ്റിക് പാനിലോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയും അതേപോലെ തന്നെ നമ്മുടെ ചോറും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കോൺഫ്ലോർ കലക്കിയ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നോൺ സ്റ്റിക്കിൽ ചെയ്യാണ് കൂടുതൽ എളുപ്പം, കാരണം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ അരമണിക്കൂറൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ച് സമയം എടുത്ത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല ഉരുളിയിലൊക്കെ കുറച്ച് ലോ ഫ്ലെയിമിൽ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്യാം. നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒട്ടും അടുക്കി പിടിക്കാതെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഇത് റെഡി ആയിട്ട് കിട്ടുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് കുറച്ച് അധിക നേരം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ടേസ്റ്റിലൊന്നും അങ്ങനെ വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ടോട്ടലി ഞാൻ ആകെ 5 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത്രയും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത്രയും എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഒട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അവസാന ഘട്ടം വരുമ്പോഴാണ് നെയ്യുടെ ആവശ്യം കുറച്ചുകൂടെ കൂടുതൽ വരുന്നത്. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി ഞാൻ ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. ഞാൻ മുൻപ് ഇട്ടത് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിണ്ണത്തപ്പമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തേങ്ങാക്കൊത്തിന് പകരം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അടിയിലൊക്കെ പിടിക്കലൊക്കെ മാറി ഇത് ഇങ്ങനെ കുഴഞ്ഞ പരുവായിട്ടുണ്ട്. നമ്മുടെ സ്പൂണിന്റെ കൂടെ തന്നെ അത് നമ്മൾ കറക്കുമ്പോൾ വരും. അപ്പൊ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കുന്നത്. നമ്മുടെ കിണ്ണത്തപ്പം ഒട്ടും തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ വേണം നമ്മൾ ഇത് അവസാനം തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പൂണിന്റെ കൂടെ തന്നെ അത് വരും. ഒട്ടും തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല. ഈ പരുവായിട്ടുണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നെയ്യ് ഇതിൽ പിടിക്കുകയില്ല, പുറത്ത് തന്നെ ഇരിക്കും. അപ്പൊ ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം.
അപ്പൊ ഞാൻ ഓൾറെഡി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നെയ്യൊക്കെ തടവി വെച്ചിട്ടുള്ള പാത്രമാണ്. നെയ്യ് തടവിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിനകത്തോട്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ആ ഒതന്റിക് ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പി വേണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും എല്ലാവരും ഒന്ന് നോക്കുക. പക്ഷെ അത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് നല്ല അടിപൊളിയാണ്. അപ്പൊ ഇനി നെയ്യ് തടവി ഒരു സ്പൂൺ കൊണ്ട് ഇതിന്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊരു 3-4 മണിക്കൂർ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നല്ലോണം ചൂടാറിയാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഇളക്കി ഒന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല പോലെ നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പൊ ഞാനിത് ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര നേരം വെക്കണമെന്നില്ല, ചൂട് പോണ വരെ വെച്ചാൽ മതി. നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട്, ഒട്ടും ഒട്ടുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇത് നല്ല പോലെ സെറ്റ് ആകുമ്പോൾ ഇതിന്റെ സൈഡൊക്കെ ഇതുപോലെ ഇളകി വരും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പാകം. അപ്പൊ നമുക്ക് ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. നല്ല വായിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു കിണ്ണത്തപ്പാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പൊ അതേ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അതും ചോറ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വായിലിട്ട് അലിഞ്ഞ പരുവത്തിലാണ് ഇത് ഉള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പൊ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കും പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ മറ്റൊരു അടിപൊളി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.